ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വേൾഡ് ഓഫ് ഡൈനോസോർസ് തീം പാർക്കിലാണ്. ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ് കേട്ടോ, 4 മണിക്കൂറേക്ക്. നമ്മൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെയിനാണ് കാണാൻ വേണ്ടി പറ്റുക. ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്റ്റേഷൻ കിട്ടും. ആ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ്, നല്ലൊരു ആംബിയൻസും കൂടിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വാട്ടർഫാൾ കാര്യങ്ങൾ. പിന്നെ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ ഒരു വലിയ ഡൈനോസർ ഉണ്ടല്ലോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അവരുണ്ടാക്കിയ 7 വണ്ടേഴ്സാണ്. ഇതാണ് പിരമിഡ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയും മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ ഇനിയുമുണ്ട്. ഈ ഒരു 7 വണ്ടേഴ്സൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന സ്ക്രാപ്പ് ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ പോലും വിശ്വസിക്കില്ല, അത്രയും മനോഹരമായിട്ടാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത്. വേസ്റ്റായി കിടക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങളും പിന്നെ റബ്ബറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഈഫൽ ടവറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജസ്റ്റ് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഹൈറ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാവില്ല. അത് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഭംഗി നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കാട്ടിനുള്ളിലൂടെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഇടയിൽ കണ്ണിൽപ്പെട്ടത് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. അവിടെ ക്യൂട്ടായിട്ട് തൂങ്ങിക്കിടക്കുകയാണ് ആൾ, ജീവനില്ലാത്ത ഒരാളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഈ 7 വണ്ടേഴ്സിലെ ഈ താജ്മഹൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ സ്ക്രാപ്പ് ഐറ്റംസിലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്ക്. അത്രയും മനോഹരമായിട്ട്, അത്രയും ഒറിജിനാലിറ്റിയിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ വിശ്വാസം വരുന്നുണ്ടല്ലോ. എന്നാൽ ജസ്റ്റ് ഇതാ ഈ ഒരു ബയോഗ്രഫിയിൽ ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അവരെന്തൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇനിയാണ് ഗൈസ് നമ്മൾ ശരിക്കുള്ള ഡൈനോസേഴ്സിനൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ അത്രയും ഒറിജിനലായിട്ട് അവർ അത്രയും മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സ്ക്രാപ്പ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുക തന്നെ ചെയ്യും. ഫസ്റ്റ് എനിക്കിത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ അവിടെയുള്ള ബയോഗ്രഫി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും മനോഹരമായിട്ട് എങ്ങനെ ഇത്രയും വലിയൊരു ഡൈനോസറൊക്കെ ഉണ്ടാക്കി വെച്ചെന്നുള്ളത് എനിക്കും അതിശയമായിരുന്നു ഗൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും ഒരു വലിയൊരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ പോലും നമ്മൾ തിങ്ക് ചെയ്യാത്തൊരു കാര്യമാണ്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷൻ, നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ജുറാസിക് പാർക്കിലൊക്കെ കാണുന്നത് പോലെ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതുപോലെ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കളർഫുള്ളായിട്ടുള്ള ഡൈനോസേഴ്സ് വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈനോസേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഡൈനോസർ കരയുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരും. അത് വരുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേടിയായിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ടാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിപ്പോഴും വർക്കിംഗ് ആണ് കേട്ടത്. ഒരുപാട് വർഷമായി ഇത് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഈ ഒരു സ്പോട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ പോകുന്നത്, വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ നിസാമുദ്ദീന് വിസിറ്റ് ചെയ്തിട്ട് ഇതുവരെ ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഫാമിലീനും കൂട്ടിയിട്ട്, അഞ്ജുനെയും പിന്നെ നിച്ചൂട്ടിനെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം അത് വേറെയുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ മുകളിൽ തന്നെ ഡൈനോസറിൻ്റെ മുകളിൽ നിന്ന് അവരെന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് ഗൈസ്. നമ്മൾ പോയ അന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർമാരും സ്കൂൾ കുട്ടികളും അവർ ടൂർ വന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു കുട്ടികളുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് വേറെ തന്നെ ഒരു രസമാണ്. നല്ല ഭംഗിയായിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള അടിപൊളി ലൊക്കേഷനാണിത്. അവരൊക്കെ അതിശയത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഓഡിയോ മ്യൂട്ടാക്കിയോണ്ടാണ്. പിന്നെ കുട്ടികളുടെ ഒക്കെ ശബ്ദം കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഡബ്ബ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു സ്പേസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഇത് ജസ്റ്റ് ഞാൻ പറയുന്നത് ഇത് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഈ സ്ക്രാപ്പ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ അവസാനം വരെ. ഞാൻ എത്ര നേരം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് അതൊരു ബോറടിക്കണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം പോകാൻ പറ്റുന്ന ആൾക്കാർ പോവുക, പോയിട്ട് അത് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് അറിയാൻ ശ്രമിക്കുക. അല്ലാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുക, കണ്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചു വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ ഗൈസ്, പോകല്ല കേട്ടോ, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഒരു വീഡിയോ ഇനിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ബൈ.